ഉത്രാടപ്പാച്ചിൽ അതിന്റെ മൂർധന്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അങ്ങേയറ്റം സമൃദ്ധിയോടെ ഓണം ആഘോഷിക്കുന്ന എല്ലാവിധ ഒരുക്കങ്ങളും മലയാളികൾ കേരളത്തിലെ മാത്രം മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ, ലോകത്തിന്റെ ഏത് മൂലയിലും മലയാളി ഉണ്ടോ, ഒരു മലയാളിയെങ്കിലും ഉണ്ടോ, ആ മലയാളി അവിടെ ഓണം ആഘോഷിച്ചിരിക്കും. അവിടെ പൂളി ഉണ്ടാകും, അവിടെ ഈ പറഞ്ഞ എല്ലാവിധ ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അതൊരു വിശ്വോത്സവമാണ് ഓണം. അത് ദേശീയോത്സവം മാത്രമല്ല, അതൊരു വിശ്വോത്സവം കൂടിയാണ്. നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മളിനി പോകുന്നത് കൊച്ചിയിലേക്ക്, തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ ബ്രോഡ്വേയിലും നല്ല തിരക്കുള്ള ഇടങ്ങളാണ്. സൂര്യശ്രീയിലിടുക. തൃപ്പൂണിത്തുറയിലാണ് സൂര്യശ്രീ ഉള്ളത്. സൂര്യശ്രീ തൃപ്പൂണിത്തുറയിലും ഒരുപാട് കടകളും കച്ചവട കേന്ദ്രങ്ങളും വിപണന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ക്ഷേത്രമുണ്ട്. അപ്പൊ നല്ല തിരക്കായിരിക്കും അല്ലേ? അനുജ, ഹാഷ്മി, ഹാപ്പി ഓണം ആദ്യം തന്നെ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ തൃപ്പൂണിത്തുറ നഗരം ഇതാ ഓണത്തിരക്കുകളിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. പൊന്നോണത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ തന്നെ നാടും നഗരവും ഇതാ ഓണത്തിനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എല്ലാവരും അവസാനഘട്ട തിരക്കുകളിലേക്ക് കഴിഞ്ഞിരിക്കുന്നു. അവസാനം സദ്യവട്ട ഒരുക്കങ്ങൾക്കായും ഓണക്കൊടികൾക്കൊക്കെ ആയിട്ട് ഇവിടെ ഇതാ ആളുകളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കച്ചവടങ്ങളെല്ലാം തന്നെ പൊടിപൊടിക്കുകയാണ്. പലതരത്തിലുള്ള ഓണത്തപ്പന്മാർ, പൂക്കച്ചവടം, അതുപോലെ തന്നെ പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം തേടി മലയാളി ഇതാ ഉത്രാടപ്പാച്ചിലിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് പറയാം. ഈ എങ്ങനെയുണ്ട് പർച്ചേസിംഗ്? അടിപൊളി ഓണം. ഓണത്തിരക്ക് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അതെ, കോളേജ് സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെയാ. ഞങ്ങൾ തൃപ്പൂണിത്തുറ കോളേജിൽ പഠിച്ചു, തൃപ്പൂണിത്തുറ ആർട്സ് കോളേജിൽ. എല്ലാം പർച്ചേസ് ചെയ്തോ? പർച്ചേസ് ചെയ്തു. ഓണം ഒരുക്കങ്ങളൊക്കെ ഓണം അവസാന ഘട്ടത്തില് ഉത്രാടപ്പാച്ചില് കാണാൻ വേണ്ടി മാത്രം വന്നതാ തൃപ്പൂണിത്തുറക്കാര്. ഓണക്കോടി എടുത്തോ? എടുത്തില്ലേ? ഓണക്കോടികളും അതുപോലെ തന്നെ സദ്യവട്ട ഒരുക്കങ്ങൾക്കും ഒക്കെ സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയായി ഇതാ തൃപ്പൂണിത്തുറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് ഉച്ചയ്ക്ക് ശേഷം തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ഒരു 5 മണിക്കൊക്കെ ശേഷം വലിയ രീതിയിലേക്കുള്ള ഒരു തിരക്ക് എത്തും എന്നാണ് പറയുന്നത്. സാധനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുപോലെ തന്നെ ഓണ വ്യാപാരികളൊക്കെ തന്നെ പൂക്കളും പച്ചക്കറികളും ഒക്കെ ആയി എത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ കച്ചവടം ഇന്ന് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വ്യാപാരികളുള്ളത്. ഇവിടെ നമുക്ക് കാണാം വഴിയോര കച്ചവടങ്ങൾ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓണത്തപ്പന്മാർ, അതുപോലെ തന്നെ പൂക്കൾ, ഈ തുമ്പ, അതുപോലെ ഈ ഓണത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് തുമ്പ, അതുപോലെ തന്നെ ഈ കുരുത്തോല, ഇതൊക്കെ ലാസ്റ്റ് അവസാന ഘട്ടത്തിലാണ് ആളുകളൊക്കെ ഇത് വാങ്ങുവാനായിട്ട് എത്തുന്നത്. നിരവധി പേർ ഇനിയും എത്തുന്നുള്ള പ്രതീക്ഷയാണ്. ചേച്ചി, കച്ചവടം എങ്ങനെയാണ്? കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും കച്ചവടം നന്നാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളത്. ചേച്ചി, എങ്ങനെയുണ്ട് ഓണത്തിരക്ക്? ഓണം വല്ലാത്ത തിരക്ക് തന്നെയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല. റോഡ് ബ്ലോക്കാ, ഭയങ്കര ബ്ലോക്കാ ഇന്ന്. ഇവിടെ തൃപ്പൂണിത്തുറ പല നഗരങ്ങളെ തമ്മിൽ കേന്ദ്രീകരിക്കുന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും ഈ തൃപ്പൂണിത്തുറയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങുവാനൊക്കെ എത്തുന്ന ഒരു തിരക്കാണ്. വാഴയിലയുണ്ട്, കുരുത്തോലയുണ്ട്, പച്ചക്കറികളുണ്ട്, പൂക്കളുണ്ട്, അങ്ങനെ എല്ലാ പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുവാനായി ഓണത്തപ്പനെ കാണാൻ കഴിയുന്നുണ്ട്. ഓണത്തപ്പനെയും വിൽക്കുന്നുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണത്. ഒരു ചേച്ചിയുടെ ഓണത്തപ്പം വിൽക്കാൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു 3-4 കവറിലായിട്ട്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും കാണാൻ കിട്ടുന്ന കാഴ്ചയല്ല, എല്ലാ കടകളിലും കാണാൻ കിട്ടുന്ന കാഴ്ചയല്ല അത്. അതെ ഹാഷ്മി, ഇവിടുത്തെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഈ തൃപ്പൂണിത്തുറയുടെ പരിസര പ്രദേശമായ എരൂര്, അതുപോലെ തന്നെ മൂവാറ്റുപുഴ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയും തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പൻ എന്ന് വിളിക്കുന്ന ഓണത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ സ്തൂപാകൃതിയിലുള്ള ഈ ഓണത്തപ്പനെ വിൽക്കുവാനായിട്ട് ആളുകൾ എത്തിത്തുടങ്ങും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു സാധനം എന്ന് പറയുന്നതും ഈ തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പൻ എന്ന് വിളിക്കുന്ന ഈ സ്തൂപാകൃതിയിലുള്ള ഇതാണ്. ഇതിന് പല വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി വിൽക്കുവാനായിട്ട് ആളുകൾ എത്തും. അതുപോലെ ആ രീതിയിൽ ഈ വഴിയോര വ്യാപാരങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മളോട് നേരത്തെ ഒരു ചേച്ചി സൂചിപ്പിച്ചതും ഇത് തന്നെയാണ്. ഇത്തരത്തിൽ കച്ചവടങ്ങൾ പ്രതീക്ഷിച്ചാണ് ഇവരിവിടെ എത്തുന്നത്. നമ്മുടെ വാണിജ്യ ഇതുവരെ സംബന്ധിച്ച് ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇതുപോലുള്ള ചെറിയ വ്യാപാരികൾക്കൊക്കെ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്ന ഒരു ദിവസമാണ് ഉത്രാട ദിനം. മലയാളികൾ എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും എത്രയൊക്കെ ഒരുങ്ങി എന്ന് പറഞ്ഞാലും നമ്മൾ അവസാനം എല്ലാം എന്തെങ്കിലുമൊക്കെ തന്നെ മറക്കും. സദ്യവട്ടങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും, അല്ലെങ്കിൽ ഓണക്കോടി എടുത്തതൊന്നും മാറ്റി വാങ്ങേണ്ടി വരും. അങ്ങനെ പല രീതിയിൽ ഓണത്തെ വരവേൽക്കുവാനായിട്ട് ആളുകളെല്ലാം തന്നെ നഗരത്തിലെ ഈ പ്രധാന
സ്ഥലങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഓടിയെത്തും. അപ്പോഴായിരിക്കും ഒരു പക്ഷെ കുരുത്തോല കാണുക, അതുപോലെ തന്നെ തുമ്പപ്പൂ കാണുക, പൂക്കൾ വാക്കണം, പൂക്കളം ഇടാനായി പൂക്കളം വാങ്ങണം. അങ്ങനെ ഓണത്തെ വരവേൽക്കുവാൻ എന്തുകൊണ്ടും മലയാളികൾ ഹാഷ്മി, ഇതിപ്പോ ഈ ഓണത്തപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പൊ ആ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഓണത്തപ്പൻ ശരിക്കും നമ്മൾ മണ്ണുകൊണ്ടാണ് ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കണ്ട ഓണത്തപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതെന്നുള്ളതാണ്. മണ്ണുകൊണ്ട് ഓണത്തപ്പനെ ഉണ്ടാക്കി അത് വെച്ചു, അതിന് ശേഷം അത് എടുത്ത് നശിപ്പിച്ച് കളയുക, എറിഞ്ഞു കളയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. എനിക്ക് പണ്ട് വീട്ടിലൊക്കെ അങ്ങനെ വച്ചിരുന്നു, ആ ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഓണത്തപ്പനെ കണ്ടപ്പോ ഒന്നും പറയാനില്ല. മാറിയ കാലം, മാറിയ ഓണം, മാറിയ ശീലം, മാറിയ കാഴ്ചകൾ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.